രൂക്ഷമാകുന്ന വയനാടിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നോണമാണ് കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ മണ്ണിടിച്ചിലുണ്ടായി ഇപ്പോൾ തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ വിദഗ്ധ സമിതി, സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. ആ സമയത്താണ് തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കണം എന്നുള്ളൊരു ഫ്ലെക്സൊക്കെ അല്ലെങ്കിൽ ഒരു ബാനറുകളൊക്കെയായി ഇവിടെയുള്ള പ്രദേശവാസികൾ എത്തിയത്. പ്രധാനമായും വയനാട്ടിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് നാളുകളേറെയായി അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അവരുടെ ഒരു വേദന തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എന്താ നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് എന്താ പറയുന്നത്? ഞങ്ങളുടെ ആവശ്യം ഈ പദ്ധതി അത് പുനരാരംഭിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസമായിട്ട് ഇവിടെ നിർത്തിവെച്ചിരിക്കണം. അതുപോലെ ആനക്കാംപൊയിലത്തെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു 120 മീറ്ററോളം അവിടുത്തെ വലത് ടണൽ നിർമ്മാണം കഴിഞ്ഞു. അതുപോലെ ഇടത് ടണൽ 25 മീറ്ററോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു തരത്തിലുള്ള മരണം സംഭവിച്ചതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് നിർത്തിവെച്ചാലും ആ ഭാഗത്തെങ്കിലും പണി തുടങ്ങണം. കാരണം നമ്മളെ ഭാവി തലമുറ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമയത്തിന് ഒരുപാട് നമുക്ക് വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആ ഭാഗങ്ങളിലെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഓർഡർ ഇടണം. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇവിടെ പരമാവധി എല്ലാവിധ സുരക്ഷയും പാലിച്ചുകൊണ്ട് ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിലെ ഈ നാട്ടുകാരുടെ ഒക്കെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും പുതിയ ടെക്നോളജി കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ അത്ര മോശക്കാരൊന്നുമല്ല. അവരൊക്കെ കൊങ്കൺ റെയിൽവേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോംബെയിലേക്ക് ഉണ്ടാക്കി തന്നെ നമുക്ക് ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു കമ്പനിയായ കൊങ്കണിൻ്റെ മേൽനോട്ടത്തിൽ DBL കമ്പനി ഇത് വളരെ ഉത്തരവാദിത്തോട് ഇനിയൊരു മരണം ഇവിടെ സംഭവിക്കാത്ത രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഈ പാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങൾ ഈ താഞ്ഞിലോട് അല്ലെങ്കിൽ ഈ മീനാക്ഷി മേപ്പാടി വയനാട്ടുകാരുടെ ഏക അഭിപ്രായം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പദ്ധതി ഉപേക്ഷിക്കരുതെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ പരിസ്ഥിതി ലോല മേഖലയിലൊക്കെ ആണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംഘടനകൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു കപട പരിസ്ഥിതി സംഘടനകളാണെന്ന് പറയുന്നു, കോടതിയെ സമീപിക്കുന്നില്ല. കോടതിയെ സമീപിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ, ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നതാണ്, 300 മീറ്റർ ദൂരെ താമസിക്കുന്ന ഒരാളാണ്. നമുക്കിതിനെപ്പറ്റി കോടതി പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും നമുക്കറിയില്ല. എങ്കിലും ഞങ്ങളുടെ ആവശ്യം, ഞാനിപ്പോൾ ഇതൊരു ദുരന്തം എന്ന് പറയാൻ പറ്റില്ല, ഒരു മണ്ണിടിച്ചിലുണ്ടായതാണ്. ആ പണിയിലുണ്ടായ ഒരു കുറച്ച് ഭാഗത്തെ മണ്ണ് അവിടെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ വിഷയം ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പം എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ ആ ഇതിൽ ഞാനും ഒരു ചെറിയ പാർശ്വഫലം എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾക്കുണ്ടായ ഈ ദുരിതം, ഞങ്ങൾക്ക് ഇതിൽ ഈ യാത്രാ ക്ലേശത്തിലുണ്ടാകുന്ന ദുരിതത്തിൻ്റെ ഒരു ചെറിയ അംശം പോലുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ എത്ര ആൾക്കാർ ചുരത്തിൽ ബ്ലോക്കിൽ കിടന്ന് മരിച്ചിട്ടുണ്ടെന്നറിയോ? എൻ്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല ഈ ഒരു മണ്ണിടിച്ചിൽ. അതുകൊണ്ട് ഇത് നിർത്തിവെക്കാൻ പാടില്ല. ഇത് പൂർണ്ണമായി, അതാണ് ഞാൻ കപട പരിസ്ഥിതിവാദം പറഞ്ഞത്. ഈ പരിസ്ഥിതിവാദികൾക്ക് അപ്പം ചുരത്തിൽ ഈ കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ മഴക്കിടിഞ്ഞില്ലേ, അപ്പോൾ അവർ അന്ന് ചുരം നിർത്തിവെച്ചോ? ഇല്ലല്ലോ. ഇടുക്കി ഡാം അവർ ഡീകമ്മീഷൻ ചെയ്യാൻ പറയോ? ഏറ്റവും പരിസ്ഥിതി മേഖലയാണ് മുല്ലപ്പെരിയാർ, ഡീകമ്മീഷൻ ചെയ്യാൻ പറയോ? ഇതൊന്നുമില്ലാതെ അതിനൊക്കെ അതാണ് കപടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിനെതിരെ ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക്, ഈ പ്രദേശവാസി എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നു, സർക്കാരിനോടും മീഡിയയോടും അപേക്ഷിക്കുകയാണ്, ഈ തുരങ്കപാത വരുവാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. കള്ളാടി മണ്ണിടിച്ചിലുണ്ടായത് ഈ ഇവിടെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നാണെന്ന് തന്നെയാണ് നേരത്തെ ഒരു വിലയിരുത്തലുണ്ടായത്. അതനുസരിച്ച് മുൻപ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പഠനം നടന്നിരുന്നു. ആ പഠനത്തിൻ്റെ സമയത്ത് കൃത്യമായി പറഞ്ഞതാണ്, ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് തൊട്ട് പിൻഭാഗത്ത് ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ആ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം തുരങ്കത്തിന് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത്. പക്ഷേ അത് കൃത്യമായി നടക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഒരു നിഗമനം. ഏതായാലും സർക്കാർ നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സമിതി പരിശോധനയ്ക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എത്ര നാളുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ പണി വേഗത്തിൽ തീർക്കണം എന്താണ്? ഇത് പറഞ്ഞ രീതിയിൽ 5 കൊല്ലം കൊണ്ടുള്ള രീതിയിൽ തന്നെ പണി തീർക്കാനുള്ളതാണ്. കാരണം നമ്മളെ സമയം നമുക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് കാണാനും അല്ലെങ്കിൽ നമ്മളെ അടുത്ത തലമുറയ്ക്ക് അത് ഉപയോഗപ്പെടാനും വേണമെങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് തന്നെ ഈ വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് കൊടുത്ത് ഗവൺമെൻറ് അതിനുള്ള അംഗീകാരങ്ങൾ തന്നിരിക്കണം എന്നാണ്. മാറ്റം വരാതെ ഇത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇവിടെ സമിതിയുടെ ആളുകളായിട്ട് സംസാരിച്ചോ? ഇല്ല, വിദഗ്ധ സമിതിയെ ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ, കണ്ടിട്ടില്ല. അവരിപ്പോൾ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് വിദഗ്ധ സമിതിയുടെ കയ്യിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാവി ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രദേശവാസികൾ എന്താണ് പറയാനുള്ളത്, പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി അവർ ആരായണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് ഇവിടുത്തെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആദിവാസി കോളനി മൂപ്പനെ അങ്ങനെയൊന്നും ആരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരു 5 പേര് മാത്രമാണ് ഉള്ളത്. പ്രദേശവാസികളുടെ അതേമാതിരി ആളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അഭിപ്രായങ്ങളോട് കേട്ടുകൊണ്ട് ഈ തുരങ്കപാതയുമായി മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. എന്താണിപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗതാഗതക്കുരുക്കുണ്ടല്ലേ, അതിനൊരു പരിഹാരമായി വരുന്ന പദ്ധതിയാണ്. എത്രയും വേഗം തുടങ്ങണം എന്നാണോ?
അതെ, എത്രയും വേഗം തുടങ്ങണം എന്നാണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കേസാണ് വളരെയധികം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ചുരത്തിലൊക്കെ വളരെയധികം പ്രയാസങ്ങളുമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും വേഗം തുടങ്ങണമെന്നാണ്. അപകടങ്ങളോ അത്യാഹിതങ്ങളോ സംഭവിക്കുമ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ജീവനൊക്കെ പൊലിയുന്നത് താമരശ്ശേരി ചുരത്തിൽ വെച്ച് നിരവധി തവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടുകാരുടെ ഗതാഗതക്കുരുക്കിന് ഒരു ശാശ്വതമായ പരിഹാരം എന്നോണമാണ് ഈ കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങിയത്. ആ നിർമ്മാണം പുനരാരംഭിക്കണം. അതോടൊപ്പം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി വയനാട്ടുകാരുടെ ഗതാഗതക്കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.